ആദ്യത്തെ ചോദ്യം, ചെറുകോൽപ്പുഴ ഹിന്ദുമത സമ്മേളനം നടക്കുന്ന നദീതീരം ഏത്? ഓപ്ഷൻസ്: ഭാരതപ്പുഴ, പെരിയാർ, പമ്പ, അച്ചൻ കോവിലാർ. ശരി ഉത്തരം ഓപ്ഷൻ സി, പമ്പയാണ്. രണ്ടാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപ് ഏത്? ഓപ്ഷൻസ്: വൈപ്പിൻ ദ്വീപ്, വില്ലിംഗ്ടൺ ദ്വീപ്, കുറുവ ദ്വീപ്, വെണ്ടുരുത്തി ദ്വീപ്. യെസ്, കുറുവ ദ്വീപാണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം, പെരിയാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏത്? പീരുമേടാണോ, മൂന്നാറാണോ, ദേവികുളം ആണോ, അതോ ഉടുമ്പൻചോല ആണോ? ശരി ഉത്തരം ഓപ്ഷൻ എ, പീരുമേട് ആണ്. കേരളത്തിൽ അപൂർവ ഇനം കടവാവലുകൾ കണ്ടുവരുന്ന പക്ഷി സങ്കേതം ഏത്? ഓപ്ഷൻ എ, തട്ടേക്കാട്, ഓപ്ഷൻ ബി, അരിപ്പ, ഓപ്ഷൻ സി, മംഗളവനം, ഓപ്ഷൻ ഡി, കടലുണ്ടി. ശരി ഉത്തരം ഓപ്ഷൻ സി, മംഗളവനമാണ്. അഞ്ചാമത്തെ ചോദ്യം, പരപ്പാർ ഡാം എന്നറിയപ്പെടുന്ന ഡാം ഏത്? ഓപ്ഷൻസ്: കക്കയം ഡാം, കക്കി ഡാം, ഇടമലയാർ ഡാം, തെന്മല ഡാം. ഓപ്ഷൻ ഡി, തെന്മല ഡാം ആണ്. അടുത്ത ചോദ്യം, മലങ്കര ഡാം സ്ഥിതി ചെയ്യുന്നത് എവിടെ? എറണാകുളം, പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം. ഇടുക്കിയാണ് മലങ്കര ഡാം, ഇടുക്കി ജില്ല. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഫുട്ബോളിന്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്നത് എവിടെ? ഓപ്ഷൻ എ, പശ്ചിമ ബംഗാൾ, ഓപ്ഷൻ ബി, കേരളം, ഓപ്ഷൻ സി, മഹാരാഷ്ട്ര, ഓപ്ഷൻ ഡി, ഉത്തർപ്രദേശ്. ഓപ്ഷൻ ബി, കേരളമാണ് ശരി ഉത്തരം. മലയാളി മെമ്മോറിയൽ ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ച വർഷം ഏത്? വിത്ത് ഡേറ്റ്. 1896 ജാനുവരി 3, 1891 ജാനുവരി 3, 1896 ജനുവരി 1, 1891 ജനുവരി മാസം 1-ാം തീയതി. ശരി ഉത്തരം ഓപ്ഷൻ ഡി, 1891 ജാനുവരി 1. ഒൻപതാമത്തെ ചോദ്യം, നിവർത്തന പ്രക്ഷോഭത്തിന് പിന്നിൽ പ്രവർത്തിച്ച സംഘടന ഏതാണ്? ഓപ്ഷൻസ്: KPCC, കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഐക്യ കേരള പ്രസ്ഥാനം, സംയുക്ത രാഷ്ട്രീയ സമിതി. ശരി ഉത്തരം ഓപ്ഷൻ ഡി, സംയുക്ത രാഷ്ട്രീയ സമിതിയാണ്. കയ്യൂർ സമരചരിത്രം രചിച്ചത് ആര്? ഓപ്ഷൻസ്: VV കുഞ്ഞമ്പു, AV കുഞ്ഞമ്പു, നിരഞ്ജന, K കൃഷ്ണൻ മാസ്റ്റർ. ശരി ഉത്തരം VV കുഞ്ഞമ്പു ആണ്. അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട വർഷം ഏത്? ഓപ്ഷൻസ്: 1909, 1910, 1911, 1912. ശരി ഉത്തരം 1911 ആണ്. രണ്ടാമത്തെ ചോദ്യം, ചട്ടമ്പി സ്വാമികളോടുള്ള ബഹുമാനാർത്ഥം ശ്രീനാരായണ ഗുരു രചിച്ച കൃതി ഏത്? ഓപ്ഷൻസ്: നിർവൃതി പഞ്ചകം, നവമഞ്ജരി, നവരത്ന മഞ്ജരി, കിഞ്ചട ചിന്തനം. ശരി ഉത്തരം ഓപ്ഷൻ ബി, നവമഞ്ജരി ആണ്. മൂന്നാമത്തെ ചോദ്യം, പണ്ഡിറ്റ് കറുപ്പന്റെ നേതൃത്വത്തിൽ നടന്ന കായൽ സമ്മേളനം നടന്നത് എവിടെ വെച്ച്? ഓപ്ഷൻസ്: കായംകുളം കായൽ, കൊച്ചിക്കായൽ, പുന്നമട കായൽ, പരവൂർ കായൽ. കൊച്ചിക്കായലാണ് ശരി ഉത്തരം. നാലാമത്തെ ചോദ്യം, കുടുംബ മുറിക്കൽ, പരിവേദനം എന്നിവയ്ക്ക് നേതൃത്വം നൽകിയ നവോത്ഥാന നായകൻ ആര്? PMS ആണോ, VT ഭട്ടത്തിരിപ്പാടാണോ, MP ഭട്ടത്തിരിപ്പാടാണോ, MR ഭട്ടത്തിരിപ്പാടാണോ? നിങ്ങൾക്കറിയാം VT ഭട്ടത്തിരിപ്പാടാണ് അല്ലെ. അടുത്ത ചോദ്യം, ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ് ആര്? ഓപ്ഷൻസ്: തൈക്കാട് അയ്യ, വൈകുണ്ഠ സ്വാമികൾ, ചട്ടമ്പി സ്വാമികൾ, ശ്രീനാരായണ ഗുരു. ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്, വൈകുണ്ഠ സ്വാമികൾ. ജീവനുള്ള കോശം ആദ്യമായി കണ്ടെത്തിയത് ആര്? റോബർട്ട് ഹുക്ക്, MJ സ്ലീഡൻ, ആന്റൺ വാൻ ല്യൂവൻ ഹുക്ക്, തിയോഡർ ഷ്വാൻ.
ശരി ഉത്തരം ഓപ്ഷൻ സി ആൻഡൺ വാൻ ലുവൻഹുക്ക്. അടുത്ത ചോദ്യം, മനുഷ്യ ശരീരത്തിൽ പ്രകൃതിയാ കാണുന്ന ജീവകം ഏത്? ജീവകം എ, ജീവകം ബി, ജീവകം സി, ജീവകം ഡി. ശരി ഉത്തരം ഓപ്ഷൻ എ ജീവകം എ ആണ്. എട്ടാമത്തെ ചോദ്യം, കൊബാൾട്ട് അടങ്ങിയ വൈറ്റമിൻ ഏത്? വൈറ്റമിൻ B7, ജീവകം 9, ജീവകം B12, ജീവകം B3. ജീവകം B12 ആണ് ശരി ഉത്തരം. ഒൻപതാമത്തെ ചോദ്യം, സ്ത്രീകളിൽ ലിംഗ ക്രോമോസോമിൽ നിന്ന് ഒന്ന് കുറയുന്ന അവസ്ഥയെ എന്ത് പേര് അറിയപ്പെടും? ഓപ്ഷൻ ക്ലീൻ ഫിൽറ്റൽ സിൻഡ്രം, ഡൗൺ സിൻഡ്രം, ടർണർ സിൻഡ്രം, സിക്കിൾ സെൽ അനീമിയ. ശരി ഉത്തരം ഓപ്ഷൻ സി ആണ് ടർണർ സിൻഡ്രം. കേരള സാമൂഹിക സുരക്ഷാ മിഷൻ നിലവിൽ വന്ന വർഷം ഏത്? 2004, ഓപ്ഷൻ ബി 2002, ഓപ്ഷൻ സി 2008, ഓപ്ഷൻ ഡി 2010. ശരി ഉത്തരം ഓപ്ഷൻ സി 2008 ആണ്. അബോഹർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഓപ്ഷൻസ് ഹരിയാന, പഞ്ചാബ്, രാജസ്ഥാൻ, ഹിമാചൽ പ്രദേശ്. ശരി ഉത്തരം ഓപ്ഷൻ ബി പഞ്ചാബ് ആണ്. രണ്ടാമത്തെ ചോദ്യം, കേരളത്തിൽ എൻഡോസൾഫാൻ നിരോധിച്ച വർഷം ഏത്? 2002, 2004, 2006, 2008. ശരി ഉത്തരം ഓപ്ഷൻ സി 2006. മൂന്നാമത്തെ ചോദ്യം, മാംസ്യ സംശ്ലേഷണവുമായി ബന്ധപ്പെട്ട കോശാംഗം ഏത്? ലൈസോസോം, റൈബോസോം, ലൈസോസൈം, സെൻട്രോസോം. ഓപ്ഷൻ ബി റൈബോസോം ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം, ബ്രൗൺ എനർജി എന്ന വിഭാഗത്തിൽ വരുന്ന ഊർജ സ്രോതസ്സാണ്? ഓപ്ഷൻസ് സൗരോർജം, ജിയോ തെർമൽ ഊർജം, കൽക്കരി, ബയോമാസ്. നിങ്ങൾക്കറിയാം ആൻസർ ഓപ്ഷൻ സി കൽക്കരിയാണ്. അഞ്ചാമത്തെ ചോദ്യം, മൂലകങ്ങളുടെ വർഗീകരണത്തിൽ ത്രികങ്ങൾ ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആര്? ഡിമിത്രി മെൻഡലീവ്, ചാൻ കോർട്ടോയിസ്, ന്യൂലാൻഡ്സ്, ഡോബ്രൈനർ. ശരി ഉത്തരം ഓപ്ഷൻ ഡി ഡോബ്രൈനർ ആണ്. രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ച ജമ്മു കാശ്മീർ ഔദ്യോഗിക ഭാഷാ ബില്ലിലെ ഭാഷകളുടെ എണ്ണം എത്ര? ഓപ്ഷൻ 4, 8, 5, 3. ശരി ഉത്തരം ഓപ്ഷൻ സി 5. ക്ഷയരോഗികൾക്ക് നൽകുന്ന ചികിത്സ ഏത്? ആർട്ട്, എലിസ, ഡോട്ട്സ്, ലാപ്രോമെൻ. ശരി ഉത്തരം ഡോട്ട്സ് ആണ്. അടുത്ത ചോദ്യം, വാസോപ്രസിനിന്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ഏത്? ഡയബറ്റിക് മെലിറ്റസ്, ഡയബറ്റിക് ഇൻസിപ്പിഡസ്, ക്വാഷിയോർക്കർ, വാമനത്വം. ഓപ്ഷൻ ബി ഡയബറ്റിക് ഇൻസിപ്പിഡസ് ആണ് ശരി ഉത്തരം. ഒമ്പതാമത്തെ ചോദ്യം, ലഹരി ഉപയോഗിക്കുന്നവരുടെയും വിതരണം ചെയ്യുന്നവരുടെയും വിവരം പോലീസിൽ അറിയിക്കുന്നതിനായി കൊച്ചി പോലീസ് ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ ഏത്? ഓപ്ഷൻ ബി സേഫ്, ബ്ലൂ ടെലിമെറ്റ്, യെല്ലോ ലൈൻ, യോദ്ധാവ്. ശരി ഉത്തരം ഓപ്ഷൻ ഡി യോദ്ധാവ് ആണ്. കേരളത്തിലെ ആദ്യ ഗ്രീൻ ടെക്നോളജി സെന്റർ നിലവിൽ വരുന്നത് എവിടെ? പയ്യന്നൂർ, മാരാരിക്കുളം, വടകര, തിരുവനന്തപുരം. ശരി ഉത്തരം ഓപ്ഷൻ സി വടകരയാണ്. OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്ത ആദ്യ മലയാള സിനിമ ഏത്? ഓപ്ഷൻസ് കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ്, സൂഫിയും സുജാതയും, സീ യു സൂൺ, മണിയറയിലെ അശോകൻ. ശരി ഉത്തരം ഓപ്ഷൻ ബി സൂഫിയും സുജാതയും ആണ്. രണ്ടാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യ ട്രാൻസ്ജെൻഡർ കലോത്സവം നടന്നത് എവിടെ? ഓപ്ഷൻസ് തിരുവനന്തപുരം, എറണാകുളം, ആലപ്പുഴ, കോഴിക്കോട്. ശരി ഉത്തരം ഓപ്ഷൻ എ തിരുവനന്തപുരം ആണ്. മൂന്നാമത്തെ ചോദ്യം, ഉത്തരായന രേഖയെ 2 പ്രാവശ്യം മുറിച്ചു കടക്കുന്ന നദി ഏത്?
ഗോദാവരിയാണോ, നർമ്മദയാണോ, മഹി നദിയാണോ, മഹാനദിയാണോ? ശരി ഉത്തരം ഓപ്ഷൻ സി, മഹി നദി ആണ്. ഇന്ത്യയെയും മാലിദ്വീപിനെയും വേർതിരിക്കുന്ന അതിർത്തി രേഖ ഏത്? ഓപ്ഷൻസ് 10 ഡിഗ്രി ചാനൽ, 9 ഡിഗ്രി ചാനൽ, 8 ഡിഗ്രി ചാനൽ, 11 ഡിഗ്രി ചാനൽ. ശരി ഉത്തരം ഓപ്ഷൻ സി, 8 ഡിഗ്രി ചാനൽ. അഞ്ചാമത്തെ ചോദ്യം, പാകിസ്ഥാനുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം ഏത്? ജമ്മു കാശ്മീർ, ഗുജറാത്ത്, പഞ്ചാബ്, രാജസ്ഥാൻ. ശരി ഉത്തരം ഓപ്ഷൻ ഡി, രാജസ്ഥാൻ. ഇന്ത്യയിലെ ആദ്യത്തെ 6 വരിപ്പാത ഏത്? മുംബൈ പൂനെ എക്സ്പ്രസ് വേ ആണോ, ലക്നൗ ആഗ്ര എക്സ്പ്രസ് വേ ആണോ, നോയിഡ ആഗ്ര എക്സ്പ്രസ് വേ ആണോ, അതോ ഡൽഹി മുംബൈ എക്സ്പ്രസ് വേ ആണോ? ശരി ഉത്തരം ഓപ്ഷൻ എ, മുംബൈ പൂനെ എക്സ്പ്രസ് വേ ആണ്. ഏഴാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യ സിമന്റ് ഫാക്ടറി സ്ഥാപിതമായത് എവിടെയാണ്? ഓപ്ഷൻസ് മുംബൈ, കൊൽക്കത്ത, ചെന്നൈ, ബാംഗ്ലൂർ. ശരി ഉത്തരം ഓപ്ഷൻ സി, ചെന്നൈ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൈത്തറി സഹകരണ സംഘങ്ങൾ ഉള്ളത് എവിടെ? ഓപ്ഷൻസ് തിരുവനന്തപുരം, കൊച്ചി, കണ്ണൂർ, കോഴിക്കോട്. ശരി ഉത്തരം ഓപ്ഷൻ എ, തിരുവനന്തപുരം. ബ്രിട്ടീഷ് ഗവൺമെന്റ് നമ്മെ വിഭജിക്കുവാൻ ദൃഢനിശ്ചയം ചെയ്തിരിക്കുന്നു, എങ്കിലും നമ്മുടെ ഹൃദയങ്ങളെ വേർപെടുത്താൻ അവർക്ക് ആവില്ല. ഇതൊരു വാചകമാണ്. ബംഗാൾ വിഭജനത്തിനെതിരെ മുഴങ്ങിയ ഈ വാക്കുകൾ ആരുടേതാണ്? ഓപ്ഷൻ സുരേന്ദ്രനാഥ ബാനർജി, ഗോപാലകൃഷ്ണ ഗോഖലെ, മഹാത്മാഗാന്ധി, രവീന്ദ്രനാഥ ടാഗോർ. നിങ്ങൾക്കറിയാം ഓപ്ഷൻ ഡി, രവീന്ദ്രനാഥ ടാഗോർ ആണ്. 1916 INCയുടെ ലക്നൗ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം നീലം കർഷകരോട് സഹതാപം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള പ്രമേയം അവതരിപ്പിച്ചത് ആര്? ഓപ്ഷൻസ് രാജ്കുമാർ ശുക്ല, ബ്രിജ് ബാബു കിഷോർ പ്രസാദ്, വിദ്യാധർ മഹാപാത്ര. ഓപ്ഷൻ ഡി, സി ശങ്കരൻ നായർ. ശരി ഉത്തരം ഓപ്ഷൻ ബി, ബ്രിജ് ബാബു കിഷോർ പ്രസാദ് ആണ്. INCയുടെ ബ്രിട്ടീഷ് കമ്മിറ്റിയുടെ ഔദ്യോഗിക മാസിക ഏത്? ഓപ്ഷൻസ് ഇന്ത്യ, വന്ദേ ഭാരത്, വന്ദേ മാതരം, ധർമ്മ. ശരി ഉത്തരം ഓപ്ഷൻ എ, ഇന്ത്യ എന്നുള്ളതാണ്. രണ്ടാമത്തെ ചോദ്യം, INCയുടെയും മുസ്ലിം ലീഗിന്റെയും പ്രസിഡന്റായ ഏക വ്യക്തി ആര്? രണ്ടിന്റെയും പ്രസിഡന്റായ ഏക വ്യക്തി. ഓപ്ഷൻസ് മുഹമ്മദ് അലി ജിന്ന, MA അൻസാരി, മൗലാന അബ്ദുൽ കലാം ആസാദ്, ഹക്കീം അജ്മൽ ഖാൻ. ശരി ഉത്തരം MA അൻസാരിയാണ്. അടുത്ത ചോദ്യം, നാട്ടുരാജ്യങ്ങളുടെ ഏകീകരണത്തിൽ പ്രധാന പങ്കുവഹിച്ച മലയാളി ആര്? VK കൃഷ്ണമേനോനാണോ, സി ശങ്കരൻ നായരാണോ, VP മേനോനാണോ, അതോ KM മുൻഷി ആണോ? ശരി ഉത്തരം ഓപ്ഷൻ സി, VP മേനോൻ. നാലാമത്തെ ചോദ്യം, ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഓർഡർ ഓഫ് ബിസിനസ് കമ്മിറ്റി ചെയർമാൻ ആരായിരുന്നു? ഓപ്ഷൻസ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, KM മുൻഷി, പട്ടാഭി സീതാരാമയ്യ. ശരി ഉത്തരം ഓപ്ഷൻ സി, KM മുൻഷി ആയിരുന്നു. അടുത്ത ചോദ്യം, 1952 പൊതു തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ പ്രതിപക്ഷ കക്ഷി ആരായിരുന്നു? ഓപ്ഷൻസ് ഭാരതീയ ജനതാ പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, ദ്രാവിഡ മുന്നേറ്റ കഴകം, തെലുങ്കുദേശം പാർട്ടി. ശരി ഉത്തരം ഓപ്ഷൻ ബി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ. 1953 പുനഃസംഘടനാ കമ്മീഷൻ അധ്യക്ഷൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു, HN ഗുൻസ്രു, ഫസൽ അലി, KM പണിക്കർ. ശരി ഉത്തരം ഓപ്ഷൻ സി, ഫസൽ അലി. ഏഴാമത്തെ ചോദ്യം, ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം. ശ്രദ്ധിക്കുക, നീളവും വീതിയുമാണ്, വീതിയും നീളവുമല്ല, മാറിപ്പോകരുത്. ഓപ്ഷൻസ് 2:1,
2:4, 3:1, 3:2? ശരി ഉത്തരം ഓപ്ഷൻ ഡി 3:2. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭേദഗതി ഏത്? ഓപ്ഷൻസ്: 42-ാം ഭേദഗതി, 44-ാം ഭരണഘടനാ ഭേദഗതി, 52-ാം ഭരണഘടനാ ഭേദഗതി, 65-ാം ഭരണഘടനാ ഭേദഗതി. ശരി ഉത്തരം ഓപ്ഷൻ എ 42-ാം ഭരണഘടനാ ഭേദഗതിയാണ്. ജനഗണമന ബംഗാളി ഭാഷയിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്ത വ്യക്തി ആരാണ്? ഓപ്ഷൻ: റാം സിംഗ് ഠാക്കൂർ, അരബിന്ദ ഘോഷ്, രവീന്ദ്രനാഥ ടാഗോർ, ബങ്കിം ചന്ദ്ര ചാറ്റർജി. ശരി ഉത്തരം നിങ്ങൾക്കറിയാം, രവീന്ദ്രനാഥ ടാഗോർ ആണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആദ്യ ചെയർമാൻ ആരായിരുന്നു? വെങ്കിടാചലം, JS വർമ്മ, രംഗനാഥ മിശ്ര, ചന്ദ്രചൂഡ്. ശരി ഉത്തരം ഓപ്ഷൻ സി രംഗനാഥ മിശ്രയാണ്.